വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ബീർ ബഹൂട്ടി. അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ പ്രഭാത് എഴുതിയ ഒരു കഹാനിയാണ് ബീർ ബഹൂട്ടി. അതിലെ കുറച്ച് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പട്കഥ. നമുക്കറിയാം എക്സാമിന് 4 മാർക്കിനാണ് പട്കഥ ചോദിക്കുക. അപ്പൊ 4 പട്കഥയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ പട്കഥ നോക്കാം. उन्हें देखने के लिए वे बारिश की गंद भरी भूरी जमीन पर बैठ जाया करते थे. അവർ കാണാനായിട്ട് എങ്ങനെയാ? അപ്പൊ സാഹിലും വേലയും ആ ബീർ ബഹൂട്ടിനെ തെരയുന്ന ഭാഗമാണ് കേട്ടോ കൊടുത്തേക്കണേ. ആ ഒരു ബാരിഷ് കി ഗൻദ് ഭരി, ആ മഴയുടെ മണം നിറഞ്ഞ ആ ഒരു നിലത്ത് ബൈറ്റ് ജായ കർത്തേ थे ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭമാണ് കേട്ടോ. പിന്നെ നോക്കി ഇൻവേർട്ടഡ് കോമ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് കോൺവെർസേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ബേല देखो इस बीर बहुटी का रंग तुम्हारे रिबन के जैसे लाल है. ബേല നോക്ക്, ഈ ബീർ ബഹൂട്ടിയുടെ നിറം നിന്റെ റിബന്റെ പോലെ ഏത് കളറാണ്? റെഡ് ആണെന്ന് പറഞ്ഞു. സാഹിലിനെ കഹാ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന, ആ കേട്ടു. പഹലെ ഘണ്ടി ലഗ് ഗയി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചിട്ടുണ്ട്. ലേക്കിൻ മുझे പാൻ മേ സ്യാഹി ഭി ഭർവാനി ഹേ ദുകാൻ സേ, പക്ഷെ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം. എവിടെന്ന്? കടയിൽ നിന്ന്. ഈ ഒരു സന്ദർഭത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള പട്കഥയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നേരെ പട്കഥ നോക്കാം. ആദ്യം തന്നെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം. സീൻ, സീൻ എന്താണ്? ഏക്കാണ്. സീൻ 1. സ്ഥാൻ എവിടെയാണ്? ഗേത്തോമേ, വയലിലാണ്. ഇനി സമയ, സമയം എപ്പോഴാണ്? സുബഹ് കാ സമയ, ഒരു 9 ബജെ നമുക്ക് എഴുതാം. രാവിലെ സമയം, രാവിലെ ഒരു 9 മണി എഴുതി. പാത്ര, കഥാപാത്രങ്ങൾ. ഈ ഒരു പോർഷനിൽ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബേല ഓർ സാഹിൽ, 2 കൂട്ടരുമാണ്, ബേലയും സാഹിലും. ഇനി പാത്രോം കെ ഉമ്രാണ് ട്ടാ. കഥാപാത്രങ്ങളുടെ വയസ്സ് എത്ര വയസ്സാണ്? 10 സാൽ, 10 വയസ്സാണ്. ഇനി വേഷഭൂഷ, കോസ്റ്റ്യൂം ആണ്. എന്ത് ഡ്രസ് അവരിട്ടേക്കുന്നത്? സ്കൂൾ യൂണിഫോം. അപ്പൊ അത് എഴുതി കൊടുത്തു, സ്കൂൾ യൂണിഫോം ആണ്. ഇനി ദൃശ്യ വിവരണമാണ് ട്ടാ. നമ്മൾ കണ്ടന്റ് എന്താണെന്നുള്ള ആ സന്ദർഭം ഷോർട്ട് ആയിട്ട് ഒന്ന് എഴുതുന്നു. ഇപ്പൊ ഇവിടെ എന്ത് ഭാഗമാണ്? ഒരു ബീർ ബഹൂട്ടിനെ തെരയുന്ന ഭാഗമല്ലേ? അപ്പൊ അത് തന്നെയാണ് ദൃശ്യവിവരൺ. സാഹിൽ ഓർ ബേല ബീർ ബഹൂട്ടിയോ കോ ദേഖ് രഹേ ഹേ, സാഹിലും ബേലയും ബീർ ബഹൂട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആണ് സംവാദം ട്ടാ. കോൺവെർസേഷൻ ആണ് അടുത്തത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കോൺവെർസേഷൻ നോക്കാം. സാഹിലാണ് ആദ്യം പറയണേ. ബേല देखो इस बीर बहुटी का रंग तुम्हारे रिबन की जैसे लाल है. ബേല നോക്ക്, ഈ ബീർ ബഹൂട്ടിയുടെ നിറം നിന്റെ റിബന്റെ പോലെ ലാലാണ്. ലാൽ ഏതാ കളറ്? ചുവപ്പാണ് ട്ടാ, ചുവന്ന കളറാണെന്ന് പറഞ്ഞു. ബേല പറയാണ് ഹാ ബഹു സുന്ദർ ഹേ, ആ വളരെ മനോഹരാണെന്ന് പറഞ്ഞു. അപ്പൊ സാഹിൽ പറയാണ് തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? അപ്പൊ ബേല പറഞ്ഞു ഹാ സുന, ആ കേട്ടു. പഹലി ഘണ്ടി ലഗ് ഗയി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചിട്ടുണ്ട്. സാഹിൽ പറഞ്ഞു ഹേ ഭഗവാൻ, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞു. അപ്പൊ ബേല പറയാണ് ക്യാ ഹുവാ, എന്ത് പറ്റി? സാഹിൽ മറുപടി പറയാണ് ലേക്കിൻ മുझे പൈൻ മേ, പൈനാണ് ട്ടാ, പൈൻ പേനാന്നാണ് ട്ടാ. ലേക്കിൻ മുझे പൈൻ മേ, എനിക്ക് പേനയിൽ സ്യാഹി ഭി ഭർവാനി ഹേ, മഷി നിറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബേല തിരിച്ച് മറുപടി പറഞ്ഞു അച്ഛാ ചലോ, ശരി നന്നായി, വേഗമായോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. ലാസ്റ്റ് നമ്മൾ കട്ട് കൊടുത്തു. അപ്പൊ ഒരു സീൻ കഴിഞ്ഞില്ലേ? ഇത്തരത്തിലാണ് നമ്മൾ പട്കഥ എഴുതേണ്ടത് ട്ടാ. ഫോർമാറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെയാണ്? ദൃശ്യ അല്ലെങ്കിൽ സീൻ എഴുതി കൊടുക്കുക, സ്ഥാനം എഴുതണം, സമയം എഴുതണം, പാത്രം എഴുതണം, പാത്രവും കെയും അവരുടെ വയസ്സ് എഴുതണം, വേഷഭൂഷ വേണം, ദൃശ്യവിവരണം വേണം, സംവാദം വേണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് പട്കഥ എഴുതിയാൽ ഷുവർ ആയിട്ട് 4 മാർക്ക് കിട്ടും. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കണ ആദ്യത്തെ പട്കഥ. ഇനി നമുക്ക് അടുത്ത പട്കഥ നോക്കാം ട്ടാ. രണ്ടാമത്തെ പാരഗ്രാഫ് ദേന അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഏത് പാരഗ്രാഫ് ആണ്? പെട്ടെന്ന് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. പൈൻ മേ കുച്ച് സ്യാഹി ബചി തി, പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഉസേ സാഹിൽ നെ ജമീൻ പർ ചിടക് ദിയ, അത് സാഹിൽ നിലത്ത് കൊടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കെ ലിയേ, പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി ദോനോ ദുകാൻ പർ പഹുഞ്ചേ, 2 പേരും കടയിലോട്ട് പോയി. അതാണ് സന്ദർഭം ട്ടാ, അതാണ് സിറ്റുവേഷൻ. ഏക് പൈൻ സ്യാഹി ഭർ ദോ, കോൺവെർസേഷൻ വന്നു, ഇൻവേർട്ടഡ് കോമ ഉണ്ട്, അതാണ് കോൺവെർസേഷൻ. ഒരു പേനയിൽ മഷി നിറയ്ക്കണം. സാഹിൽ സേ പഹലെ ഹി, സാഹിലിന് മുൻപേ ബേല നെ ദുകാൻ വാലെ സേ കഹാ, ബേല കടക്കാരനോട് പറഞ്ഞു ബേട്ട സ്യാഹി കി ബോതൽ അഭി അഭി കാലി ഹോ ഗയി തി, കുട്ടി സ്യാഹി കി ബോതൽ, ആ മഷിയുടെ ആ ബോട്ടില് അഭി അഭി കാലി ഹോ ഗയി തി, ഇപ്പൊ തന്നെ കാലിയായി പോയി. അബ് തോ കൽ ഹി മിൽ
പക്ഷെ ഈ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നതാണ്. ഉസേ ബി ജമീൻ പർ ചിടക് ദിയ, അതവള് അവൻ ജമീൻ പർ ചിടക് ദിയ, നിലത്ത് കുടഞ്ഞു കളഞ്ഞതാണ്. ആര് പറഞ്ഞു? ബേല ബോലി, ബേല പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തിന്റെ പട്കഥയാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കേട്ടാ. ഫോർമാറ്റ് കോമൺ ആണ്, പെട്ടെന്ന് നമുക്ക് നോക്കാം. സീൻ എത്ര എഴുതാ? ഏക്ക് എഴുതാ. സ്ഥാൻ, സ്ഥലം എവിടെയാണ്? ദുക്കാൻ മേം, കടയിലാണ്. ഇനി സമയ് എത്ര മണിയാണ്? സുബ 9 ബജെ, രാവിലെ ഒരു 9 മണി എഴുതി. പാത്ര, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാഹിൽ ഓർ ബേല, പിന്നെ ദുക്കാന്താറും ഉണ്ട്. 3 പേരില്ലേ ഈ ഒരു സന്ദർഭത്തില്? അപ്പൊ ആ 3 പേരുടെ പേരെഴുതി. ഇനി പാത്രോം കെ ഉമ്ര, കഥാപാത്രങ്ങളുടെ വയസ്സാണ് ട്ടാ. എത്ര വയസ്സാ? സാഹിൽ ഓർ ബേല 10 സാൽ, 10 വയസ്സാണ് സാഹിലും ബേലയ്ക്കും. ദുഃഖാന്താറിന്റെ വയസ്സ് ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് എഴുതണമെന്ന് നിർബന്ധമില്ല. അടുത്തത് വേഷഭൂഷിയാണ്. സ്കൂൾ യൂണിഫോം എല്ലാവരും ധരിച്ചേക്കുന്നത് സാഹിലും ബേലയും, അപ്പൊ സ്കൂൾ യൂണിഫോം എന്ന് എഴുതി. അടുത്തത് ദൃശ്യവിവരണമാണ്. ആ സന്ദർഭം എന്താണെന്ന് മഷി നിറയ്ക്കാൻ പോകുന്ന ഭാഗല്ലേ? അപ്പൊ അതേ നമ്മൾ അത് എഴുതിയത്. സാഹിൽ ഓർ ബേല സ്യാഹി ഭർവാനെ കെ ലിയെ ദുക്കാൻ മേ ജാത്താ ഹേ. സാഹിലും ബേലയും മഷി നിറയ്ക്കാനായി ദുക്കാൻ പർ, കടയിലോട്ട് ജാത്താ ഹേ, പോകുന്നു. അതാണ് സന്ദർഭം. ഇനി നെക്സ്റ്റ് സംവാദം. സംവാദം എന്താ? കോൺവെർസേഷൻ. കോൺവെർസേഷൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. സാഹിൽ പറയാണ് ഭയ്യ, ചേട്ടാന്ന് വിളിച്ചു. അപ്പൊ ബേല പറഞ്ഞു ഏക് പൈൻ കോ സ്യാഹി സേ ഭർ ദോ, ഒരു പേനയിലെ മഷി നിറച്ചതായോ എന്ന് പറഞ്ഞു. അപ്പൊ ദുക്കാന്താർ പറഞ്ഞു ബേട്ടാ, മോളെ, സ്യാഹി കി ബോതൽ, മഷിയുടെ ബോട്ടില് അഭി കാലി ഹോ ഗയി ഹേ, ഇപ്പൊ തന്നെ തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സാഹിൽ പറഞ്ഞു അബ് ക്യാ കരൂ, ഇനിയിപ്പോ എന്താ ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പൊ ദുക്കാന്താർ പറഞ്ഞു അബ് കൽ ഹി മിൽ പായേഗി, ഇനി എന്നേ കൊണ്ടുവരുള്ളൂ? നാളെ കൊണ്ടുവരുള്ളൂ. അപ്പൊ ബേല പറയാണ് ലേക്കിൻ ഇസ്നെ തോ പൈൻ മേ ജോ സ്യാഹി ദി, പക്ഷേ ഈ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നതാണ്. ഉസേ ബി ജമീൻ പർ ചിടക് ദിയ, അതവൻ നിലത്ത് കുടഞ്ഞു കളഞ്ഞു എന്ന് ആര് പറഞ്ഞു? ബേല പറഞ്ഞു. അപ്പൊ ദുക്കാന്താർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് നോക്കിയേ. ബാദൽ കോ ദേഖ് കർ, മേഘത്തെ നോക്കിയിട്ട്, ഗഡേ കോ നഹി ദുലാനാ ചാഹിയേ, കുടം കമിഴ്ത്തരുത്. എന്നിട്ട് പിന്നെ ദുക്കാന്താർ ചോദിക്കുകയാണ് കോൻസി മേ പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ സാഹിൽ പറഞ്ഞു 5വീं മേം, 5ാം ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ദുക്കാന്താർ ചോദിക്കുക ദോനോ, 2 പേരും? ബേല പറയും ആ ദോനോ, ആ 2 പേരും. എന്നിട്ട് അവസാനം നമ്മള് കട്ടെഴുതി ആ സീൻ അവസാനിപ്പിച്ചു. നമ്മൾ 2 സീൻ ഇപ്പൊ പറഞ്ഞു അല്ലേ? ഒന്ന് മഷി നിറയ്ക്കാൻ പോകുന്ന ഈ ഒരു ഭാഗവും, പിന്നെ ആദ്യത്തെ അവര് ബീർബോർഡിനെ തിരയുന്ന ഭാഗവും. അപ്പൊ 2 പട്കഥ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി 2 പട്കഥയും കൂടി ഉണ്ട് കേട്ടാ. ഇതിന്റെ അപ്പുറം ബീർബോർഡിൽ നിന്ന് പട്കഥ ചോദിക്കില്ല. അപ്പൊ നമുക്ക് അടുത്ത പട്കഥ ഏതാന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഏതാണ് ഈ പട്കഥ? പെട്ടെന്ന് നോക്കിയാ ഫസ്റ്റ് വരി കണ്ടാ നമുക്ക് മനസ്സിലാവും ഏതാണ് പട്കഥ. നോക്കാം. ദീപാവലി കി ചുട്ടിയോം കെ ബാദ്, ദീപാവലിയുടെ മുടക്കിന് ശേഷം, ജബ് സ്കൂൾ ഖുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ, ബേല കെ സിർ പർ, ബേലയുടെ തലയിൽ, സഫേദ് പട്ടി ബന്ദി ദി, ഒരു വെള്ള ബാൻഡേജ് ഉണ്ടായിരുന്നു. ഹോയ് ഹേ സഫേദ് പട്ടി കഹ് രഹാ താ, ആരോ അവളെ ഹോയ് ഹേ സഫേദ് പട്ടി എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. തോ കോയി, ആരോ സുൽത്താന ടാക്കു അങ്ങനെ വിളിച്ച്, തോ കോയി കുച്ച് ഓർ കാൽക്കാർ ചിടാ രഹാ താ, അങ്ങനെ എന്തൊക്കെയോ വിളിച്ച് കുറെ പേര് കളിയാക്കുന്നുണ്ട്. ദേ കിടക്കുന്നു ഇൻവേർട്ടഡ് കോമ. സോ അതാണ് കോൺവെർസേഷൻ ട്ടാ. യേ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയത് ബേല? സാഹിൽ ने परेशान होते हुए पूछा, സാഹിൽ പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ഛത് സേ ഗിർ ഗയി, മേൽക്കൂരയിൽ എന്ത് ചെയ്തു? വീണു. ബേല ने हंसते हुए कहा, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അതാണ് നമുക്ക് തന്നേക്കണ പാരഗ്രാഫ് ട്ടാ. ഇതിന്റെ പട്കഥ ഇതേ രീതിക്ക് നമുക്കൊന്ന് എഴുതി നോക്കാം. സീൻ എന്തെഴുതി? ഏക്ക് എഴുതി. സ്ഥാനം എവിടെയാണ്? സ്കൂൾ മേം, സ്കൂളിലാണ്. സമയ് എത്ര മണിയാണ്? സുബ 10 ബജെ, രാവിലെ 10 മണി. ഇനി പാത്ര, കഥാപാത്രങ്ങൾ ആരൊക്കെയാ? സാഹിൽ ഓർ ബേലയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ളത്. അപ്പൊ അവരുടെ പേരെഴുതി. പാത്രോം കെ ഉമ്ര, കഥാപാത്രങ്ങളുടെ വയസ്സ് എത്രയാണ്? 10 സാൽ, 10 വയസ്സ് എഴുതി. വേഷഭൂഷ എന്താണ് അവരുടെ കോസ്റ്റ്യൂം? സ്കൂൾ യൂണിഫോം അല്ലേ? അപ്പൊ അത് എഴുതി കൊടുത്തു. ഇനി ദൃശ്യവിവരൺ, ഇവിടെയുള്ള ആ ഒരു വിവരണമാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കേട്ടോ, ഷോർട്ട് ആയിട്ട്. എന്താണ്? സാഹിൽ ബേല കോ സഫേദ് പട്ടി കെ ബാരെ മേം പൂച്ച്താ ഹേ, സാഹില് ബേലയുടെ സഫേദ് പട്ടി കെ ബാരെ മേം, വെള്ള ബാൻഡേജിനെ പറ്റി പൂച്ച്താ ഹേ, ചോദിക്കുന്നു. അതാണ് ദൃശ്യവിവരൺ. അടുത്തത് സംവാദ്, കോൺവെർസേഷൻ. നമുക്ക് ഷോർട്ട് ആയിട്ട് എഴുതി കൊടുക്കാം. സാഹിൽ ചോദിക്കുകയാണ് യേ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയത് ബേല എന്ന് ചോദിച്ചു. ബേല പറയാണ് ഛത് സേ ഗിർ ഗയി, എവിടെന്ന് വീണു? മേൽക്കൂരേന്ന് വീണു. ഇത് എവിടെ ഉണ്ട്? ഈ കൊടുത്തേക്കണ പാരഗ്രാഫിൽ അത് കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടാ.
അപ്പൊ സാഹിൽ എന്താ പറഞ്ഞേ? ക്യാ തും ടീക് ഹേ? എന്താ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു സാഹിൽ. അപ്പൊ ബേല പറയാണ് ഹാ സാഹിൽ മേം ടീക് ഹൂം. ആ സാഹിൽ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സാഹിലെ ഭഗവാൻ കാ ശുക്ർ ഹേ, ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് തന്നെ കേട്ടാ. അടുത്തത് ബേല പറയാണ് ബഹു ദിൻ ഹോ ഗയേ, ഒരുപാട് ദിവസമായില്ലേ. ആജ് ഗേൽ ഘണ്ടി മേം, ഇന്ന് PT പീരീഡില് ഗാന്ധി ചൗക്ക് മേം, ഗാന്ധി പാർക്കില് ലങ്കടി ടാങ്കേ ലേങ്കേ, നമുക്ക് ഒറ്റക്കാലിൽ നിന്ന് കളിക്കുന്ന ആ ഒരു കളി, ലങ്കടി ടാങ് ഞൊണ്ടിക്കളിയാണ് കേട്ടാ. ആ ഒരു കളി നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ സാഹിൽ പറഞ്ഞു നെഹി ഗേലെങ്കേ, വേണ്ട കളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ബേല പറയാണ് നെഹി ലഗേങ്കി, ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് അടുത്ത സീൻ ട്ടാ. കട്ടെഴുതി അവസാനിപ്പിച്ചു. അപ്പൊ മൂന്നാമത്തെ പട്കഥ ഇതാണ് ട്ടാ. ഇനി ഒരു പട്കഥയും കൂടി ഉണ്ട് ട്ടാ. ഏതാണ് ആ പട്കഥ? അവസാന ഭാഗമാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടാ. പാഞ്ചവീം കക്ഷ കാ റിസൾട്ട് ആ ഗയാ, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനാം ചഡ്ഡി മേമാകെ, രണ്ടുപേരും എത്രാം ക്ലാസ്സിലോട്ടായി? 6ാം ക്ലാസ്സിലോട്ടായി. യഹ് സ്കൂൾ പാഞ്ചവീം തക് ഹി താ, ഈ സ്കൂൾ എത്രാം ക്ലാസ് വരെ ഉള്ളൂ? 5ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. സാഹിൽ അബ് തും കഹാ പഠോങ്കേ, സാഹിലേ ഇനി നീ എവിടെയാ പഠിക്കാൻ പോകുന്നേ? ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. ഓർ തും കഹാ പഠോങ്കി ബേല, നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ബേല? സാഹിലിനെ പൂച്ച, സാഹിൽ ചോദിച്ചു. മേരെ പാപ്പ കഹ് രഹേ ദേഖി, എന്റെ അച്ഛൻ പറഞ്ഞത് തുജെ രാജകീയ കന്യാ പാഠശാലയെ പഠായകി, നിന്നെ രാജകീയ കന്യാ പാഠശാലയിൽ വിട്ട് പഠിപ്പിക്കുന്നതാണ് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞേ. ഓർത്തും, അപ്പൊ നീയോ എന്ന് ചോദിച്ചു. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ ട്ടാ. നമുക്ക് തന്നേക്കുന്ന പാരഗ്രാഫ്. ഇനി നമുക്ക് ഇതിന്റെ പട്കഥ നോക്കാം. സീൻ എഴുതി. ഏക് സ്ഥാൻ സ്കൂൾ മേം, പറയേണ്ട ആവശ്യമില്ല അല്ലെ, കോമൺ ആണല്ലോ. ഇനി സമയം സുബഹ് കാ സമയം, രാവിലെ സമയം. പാത്ര അരക്കിയ സാഹിൽ ഓർ ബേല. പാത്രം की उम्र എത്ര വയസ്സാണ്? 10 സാൽ, അതെഴുതി. വേഷഭൂഷ എന്താണ്? കോസ്റ്റ്യൂം, സ്കൂൾ യൂണിഫോം, അതെഴുതി. ഇനി ദൃശ്യ വിവരണം എന്താണ് നോക്കട്ടാ. സാഹിൽ ഓർ ബേല റിപ്പോർട്ട് കാർഡ് ദേഖ് രഹേ ഥേ, സാഹിലും ബേലയും റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്. പ്രോഗ്രസ് കാർഡിൽ അവരുടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് സംവാദമാണ് ട്ടാ, കോൺവെർസേഷൻ. എന്താണ് നോക്കാം. ബേല പറയാണ് സാഹിൽ ഹമാര റിസൾട്ട് ആ ഗയാ, സാഹിലേ നമ്മളുടെ റിസൾട്ട് വന്നു. ആ ഗയാ, റിസൾട്ട് വന്നു. അപ്പൊ സാഹില് തിരിച്ചു പറയാണ് ഹം പാസ് ഹോ ഗയാ, നമ്മള് പാസ്സായി എന്ന് പറഞ്ഞു. ബേല പറയാണ് ഹമാര സ്കൂൾ പാഞ്ചവീം കക്ഷ തക് ഹി താ, നമ്മളുടെ സ്കൂള് 5ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സാഹിൽ പറഞ്ഞു അബ് തും കഹാ പഠോങ്കി ബേല, നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ബേല എന്ന് ചോദിച്ചു. അപ്പൊ ബേല പറയാണ് ഈ ഡയലോഗ് തന്നെയാണ് നമ്മളിവിടെ എഴുതിയേ. മേരെ പാപ്പ കഹ് രഹേ ദേഖി, എന്റെ അച്ഛൻ പറഞ്ഞത് തുജെ രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കി, നിന്നെ രാജകീയ കന്യാ പാഠശാലയിൽ വിട്ട് പഠിപ്പിക്കുന്നതാണ് എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു ബേല. അപ്പൊ സാഹിൽ പറഞ്ഞു ഹാ എന്ന് പറഞ്ഞു. വിഷമത്തോടു കൂടിയാണ് പറയണേ, ഹാ എന്ന് പറഞ്ഞു. അപ്പൊ ബേല ചോദിച്ചു ഓർത്തും, അപ്പൊ നീയോ? അപ്പൊ സാഹിൽ പറഞ്ഞു മുझे अगले साल अजमेर भेज देंगे, എന്നെ അടുത്ത കൊല്ലം എവിടെ കൊണ്ടാക്കും? അജ്മീറിൽ കൊണ്ടുവിടും. वहाँ एक हॉस्टल है, एक हॉस्टल में अकेला रहूंगा, एक हॉस्टल में ഒരു ഹോസ്റ്റലില് അകേലാ രഹൂങ്ക, ഒറ്റയ്ക്ക് ഞാൻ താമസിക്കും എന്ന് പറഞ്ഞു സാഹില്. അപ്പൊ ബേല ചോദിക്കും ക്യോ, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും. സാഹില് പറയാണ് പതാ നഹി, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള വരികളാണ് ട്ടാ, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 4 പട്കഥകൾ കേട്ടാ. മെയിൻ ആയിട്ടും ചോദിക്കുന്ന 4 പട്കഥ ഇത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല പോലെ പഠിക്കണം. അടുത്തതൊരു ഡയറി ആണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര മാർക്കിനാ ചോദിക്കുക? 4 മാർക്കിനാണ് കേട്ടോ ചോദിക്കുക. പെട്ടെന്ന് നമുക്ക് ഡയറി നോക്കാം. സുരേന്ദർ മാഡ്സാബ്, ഒരു മിനിറ്റ്. ഡയറി എഴുതുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. താരീഖ് എഴുതി കൊടുക്കാൻ മറക്കരുത് കേട്ടാ, ഡേറ്റ്. സുരേന്ദർ മാഡ് സാബ് ने बेला के बालों में पंजा फंसाया, സുരേന്ദർ മാഡ് സാബ് ബേലയുടെ മുടി പിടിച്ച് വലിച്ചു. ഉസ് ദിൻ की बेला की डायरी लिखे, ആ ദിവസത്തെ ബേലയുടെ ഡയറി എഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡയറിക്ക് എന്ത് വേണം? താരീഖ്, ഡേറ്റ് വേണം. നമ്മൾ ഡേറ്റ് എഴുതി കൊടുത്തു. ഈ 2 വരി ഫോർമാറ്റ് ആണ് ട്ടാ. आज का दिन मेरा जीवन में सबसे यादगार दिनों से एक था, ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ദിവസങ്ങളിൽ ഒന്നാണ്. അടുത്ത വരിയിൽ എഴുതാ आज का दिन मैं कैसे भूल सकता हूँ, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മൂന്നാമത്തെ വരിയിൽ എഴുതാ आज एक घटना हुआ, ഇന്നൊരു സംഭവം ഉണ്ടായി. कापी देखते
समय सुरेंद्र मार्ट साहब एक जरा सी गलती पर मेरे बालों में पंजा फंसाया. എന്താർത്ഥം? കാപ്പി ദേഖത്തെ സമയ നോട്ട്ബുക്ക് നോക്കുന്ന ടൈമില് സുരേന്ദർ മാഡ് സാബ്, നമ്മുടെ സുരേന്ദർ സാറ് എക് ജറാ സി ഗൽത്തി പർ, ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ മേരെ ബാലോ മേം, എന്റെ മുടിയിൽ പഞ്ചാ ഫംസായ, പിടിച്ചു വലിച്ചു. പഞ്ചാ ഫംസായ പിടിച്ചു വലിച്ചു. മേരെ ഭയഭീർ ചെഹ്റെ കോ ദേഖ് കർ, എന്റെ പേടിച്ച മുഖം കണ്ടിട്ട് സാഹിൽ ഡർ ഗയാ താ, സാഹിലും പേടിച്ചു പോയി. मार्ट साहब ने कॉपी, मार्ट साहब नोटबुक मेरी बैठने की जगह पर फेंकी, ഞാൻ ഇരിക്കുന്ന സീറ്റിലേക്ക് फेंकी, എറിഞ്ഞു. मार्ट साहब के इस व्यवहार से मुझे बहुत दुख हुआ, मार्ट साहബിന്റെ ഈ പെരുമാറ്റത്തിൽ എനിക്ക് വളരെ ദുഃഖ हुआ, സങ്കടമായി. मैं जानती थी कि, എനിക്കറിയാമായിരുന്നു. സാഹിൽ की नजर में, സാഹിലിന്റെ കണ്ണില് मैं बहुत अच्छी है, ഞാൻ നല്ല കുട്ടിയാണ്. നെക്സ്റ്റ് इसलिए, അതുകൊണ്ട് मैं उसके पास आकर, എനിക്ക് അവന്റെ അടുത്ത് പോയിട്ട് ഉസ് ബൈട്ടി, ഉസ്നില്ലാട്ട് ഇവിടെ ആക്കർ ബൈട്ടി, ഉസ്സേ നസർ നഹി മിലാ പായി, ഉസ്സേ അവന്റെ, നസർ നഹി മിലാ പായി അവന്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവനെ ഫേസ് ചെയ്യാനേ പറ്റുന്നില്ല. നെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ഈ രണ്ട് വരി. ഹേ ഭഗവാൻ മുझे രക്ഷാ കരൂ, അറിയാലോ. നെക്സ്റ്റ് വരിയിൽ എഴുതാം ആജ് കാ ദിൻ മേം കബീ നഹീ ഭൂൽ സക്താ ഹൂം, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ രണ്ട് വരി ഫോർമാറ്റ് ആണ്. അപ്പൊ ദേ ഈ ഇവിടെ എഴുതണേന് 1 മാർക്ക്, ഈ കണ്ടന്റ് എഴുതണേന് 2 മാർക്ക്, ലാസ്റ്റ് ഫോർമാറ്റിന് 1 മാർക്ക്. അങ്ങനെയാണ് നമുക്ക് 4 മാർക്കിന്റെ ഡയറിക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ലപോലെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഒരു ഡയറിയാണ്, നമുക്ക് നോക്കാം കേട്ടോ. ഈ ഡയറിയുടെ അർത്ഥം എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. 5वीं कक्षा का റിസൾട്ട് ആ ഗയാ, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആരുടെ ഡയറിയാണ്? ബേലയുടെ ഡയറിയാണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ താരീഖ് കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം. आज का दिन मेरा जीवन में सबसे यादगार दिनों से एक था, ഫോർമാറ്റ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ദിവസങ്ങളിൽ ഒന്നാണ്. आज का दिन मैं कैसे भूल सकता हूँ, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും, അതാണ് അടുത്ത വരി. മൂന്നാമത്തെ വരിയിൽ എഴുതാം आज एक घटना हुआ, ഇന്നൊരു സംഭവം ഉണ്ടായി. അവിടം വരെ ഫോർമാറ്റ് കേട്ടോ. आज हमारा रिजल्ट आ गया, ഇന്ന് ഞങ്ങളുടെ റിസൾട്ട് വന്നു. മേം ഓർ സാഹിൽ, മേം ഓർ സാഹിൽ 5वीं പാസ് ഹോക്കർ, 5ാം ക്ലാസ് പാസ് ആയിട്ട് ഛഠി മേം ആ ഗയാ, 6ാം ക്ലാസ്സിലോട്ടായി. ഹം ദോനോ റിസൾട്ട് പർ ഖുശ് थे, ഞങ്ങൾ രണ്ടുപേരും റിസൾട്ടിൽ സന്തോഷവാന്മാരാണ്. ലേക്കിൻ പക്ഷേ അഗലേ സാൽ, നെക്സ്റ്റ് ഇയർ മേം രാജകീയ കന്യാ പാഠശാല മേം പഠനെ വാലേ, എന്താണ് അടുത്ത കൊല്ലം ഞാൻ രാജകീയ കന്യാ പാഠശാലയിൽ പഠിക്കാൻ പോകും. ഓർ സാഹിൽ, സാഹിലാണെങ്കിൽ അജ്മീർ കെ ഹോസ്റ്റൽ മേരക്കർ, അജ്മീറിലെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ട് പഠനെ വാലാ ഹേ, പഠിക്കേണ്ടി വരികയാണ് അവന്. സാലോം സെ, വർഷങ്ങളായിട്ട് ഏക് സാത്ത്, ഒരുമിച്ച് പഠനെ വാലേ ദോനോ, പഠിക്കുന്ന രണ്ടുപേരും അലഗ് അലഗ് സ്കൂളോ മേം ജാനെ വാലേ ഹേ, വേറെ വേറെ സ്കൂളിലെ പോവാണ്. മേം സാഹിൽ കോ നഹി ഭൂൽ സക്താ, ഞാൻ സാഹിലിനെ നഹി ഭൂൽ സക്താ, ഒരിക്കലും മറക്കില്ല. പിന്നെന്താ അടുത്തത്? സാഹിൽ ബഹുത് അച്ഛാ ദോസ്ത് ഹേ, സാഹിൽ വളരെ നല്ലൊരു കൂട്ടുകാരനാണ്. ഇനി ലാസ്റ്റ് വൺ ഫോർമാറ്റ് ആണ് കേട്ടോ. ഹേ ഭഗവാൻ മുझे രക്ഷാ കരൂ, ഭഗവാനെ എന്നെ രക്ഷിക്കണം എന്നുള്ള ഫോർമാറ്റ്. ലാസ്റ്റ് ആജ് കാ ദിൻ മേ കബീ നഹി ഭൂൽ സക്താ ഹൂ, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു ഡയറി ട്ടാ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല പോലെ പഠിക്കുക. അപ്പൊ നമ്മൾ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല പോലെ പഠിക്കുക. ബാക്കി ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.